ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 23 ഫരിസേയരോട് ഈശോ സംസാരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ വിശദീകരണങ്ങളെല്ലാം പിന്നീട് നമ്മൾ ഈ ബൈബിൾ സ്റ്റഡി 23-ാം അധ്യായത്തിൽ എത്തുമ്പോൾ നൽകും. പക്ഷേ ഇവിടെ ഈശോ ഉപയോഗിക്കുന്ന ഭാഷ അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. യേശു ജനക്കൂട്ടത്തോടും തൻ്റെ ശിഷ്യന്മാരോടും അരുളി ചെയ്തു, നിയമജ്ഞരും ഫരിസേയരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. അവർ പറയുന്നു, പ്രവർത്തിക്കുന്നില്ല. ഇനി അവരുടെ കുറ്റങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഈശോ പറയുകയാണ്. അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു. സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നില്ല. ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചേ. അവർ ഭാരമുള്ള ചുമട് മനുഷ്യരുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു. സഹായിക്കാൻ അവരൊന്നും ചെയ്യുന്നില്ല. ഇതിനകത്ത് ഒരു ഉത്തരം കിടപ്പുണ്ട്. എന്ത് ഭാരമാണ് ഫരിസേയർ ജനക്കൂട്ടത്തിൻ്റെ മേൽ വെച്ച് കൊടുത്തത്? നിയമത്തിൻ്റെ ഭാരം. അതായത് ഒരു മനുഷ്യന് സൂക്ഷ്മാർത്ഥത്തിൽ പാലിക്കാൻ പറ്റാത്ത നിയമങ്ങളെല്ലാം തന്നെ അവർ മനുഷ്യൻ്റെ മേൽ വെച്ച് കിട്ടി. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ. അത് ഉദാഹരണമായിട്ട് എടുത്താൽ മതി. ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പുസ്തകം ഇതാണ്: ദൈവത്തിൻ്റെ നിയമങ്ങൾ, അതായത് പഴയ നിയമത്തിലെ നിയമങ്ങൾ പൂർണ്ണമായും അനുസരിച്ച് ജീവിക്കാൻ പറ്റുമോ? ഇല്ലെന്ന് പറയണ്ട. ഒരു മനുഷ്യൻ ഒരു കൊല്ലം ദൈവത്തിൻ്റെ, അതായത് ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞ എല്ലാ നിയമങ്ങളും അനുസരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരു പത്രപ്രവർത്തകൻ ഒരു കൊല്ലം ജീവിച്ചു. എന്നിട്ട് അയാൾ ആ പുസ്തകം എഴുതിയിരിക്കുന്നത് അയാളുടെ ഒരു കൊല്ലത്തെ ജീവിതാനുഭവം മുഴുവൻ എഴുതിയിട്ട് അയാൾ പറയുകയാണ്, ഈ നിയമങ്ങൾ ഒരു മനുഷ്യന്, ഒരു സാധാരണ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ഒത്തിരി ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് തെറ്റിദ്ധരിക്കരുത്, ഉദാഹരണം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണം, അദ്ദേഹം വീട്ടിലേക്ക് വന്നിട്ട് അദ്ദേഹം ഒരു കസേരയിൽ ഇരിക്കാൻ തുടങ്ങുമ്പോൾ ഭാര്യ പറഞ്ഞു, ഞാൻ അതിൽ ഇരുന്നാന്ന് പറഞ്ഞു. സ്ത്രീകൾക്ക് കാര്യം മനസ്സിലാവും. ചില പ്രത്യേക സമയത്ത് സ്ത്രീകൾക്ക് ശാരീരികമായി ഉണ്ടാകുന്ന ചില പ്രത്യേകതകൾ ഉണ്ടാകുന്ന സമയത്ത് പഴയ നിയമത്തിലെ നിയമം അനുസരിച്ച് അവർ ഇരിക്കുന്നിടത്ത് ഇരിക്കാൻ പാടില്ല. ഇരുന്നാൽ, പഴയ നിയമമാണ് കേട്ടോ, അവരിയ്ക്കുന്നിടത്ത് ഇരുന്നാൽ അശുദ്ധരാകും. അപ്പോൾ ഇയാൾ വന്നൊരു കസേരയിൽ ഇരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഭാര്യ പറയും, അയ്യോ അവിടെ ഇരിക്കില്ല, ഞാൻ അവിടെ ഇരുന്നാന്ന് പറയും. ഇയാൾ കട്ടിലിലോട്ട് ഇരിക്കാൻ തുടങ്ങുമ്പോൾ പറയും, ഞാൻ അവിടെ ഇരുന്നാന്ന് പറയും. അയാൾ ഒരു സ്റ്റൂളിലേക്ക് ഇരിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ അവിടെ ഇരുന്നാന്ന് പറയും. ഇയാൾ അതിനകത്ത് എഴുതുന്നുണ്ട്, വിഷമിച്ചാണ് എഴുതുന്നത്. അതായത് ഒരു ദിവസം എനിക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. നിങ്ങൾ മനസ്സിലാക്കണം, പഴയ നിയമത്തിൽ ഒരു നിയമത്തിൻ്റെ കാര്യം പറയുകയാണ്. അതായത് ഇങ്ങനെ ഒരു സ്ത്രീകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുള്ള സമയത്ത് പുരുഷന് വീട്ടിൽ കട്ടിലേ ഇരിക്കാൻ പറ്റില്ല, കസേര ഇരിക്കാൻ പറ്റില്ല, ഇരുന്നാൽ അശുദ്ധരാകും. അപ്പം ഇങ്ങനെയുള്ള അനേകം സംഭവങ്ങൾ പറഞ്ഞിട്ട് ഈ മനുഷ്യൻ, ആ പുസ്തകത്തിൻ്റെ ഉപസംഹാരം ഇതാണ്: ഈ നിയമങ്ങൾ ഒരു മനുഷ്യന് 100% അനുസരിച്ച് ജീവിക്കാൻ മാനുഷികമായി അസാധ്യമാണ്. പിടികിട്ടുന്നുണ്ടോ? ഇനി ഈ നിയമങ്ങളുടെ കൂട്ടത്തിലാണ് ഫരിസേയർ അവരുടെ നിയമങ്ങളിലൂടെ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വടി ഉരച്ചുകൊണ്ട് നടക്കരുത്, വെപ്പുവല്ല് വെക്കരുത്, എലവേറ്ററിൽ സ്വിച്ച് അമർത്തരുത്, ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ. പിന്നെ കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാവൂ, പാത്രത്തിൻ്റെ അകം കഴുകണം, പുറം കഴുകണം, ഇങ്ങനെ ഒരുപാട്. തുളസിയുടെ ദശാംശം കൊടുക്കണം, ചതകുപ്പയുടെ ദശാംശം കൊടുക്കണം. അപ്പോൾ ദശാംശം കൊടുക്കണം. അപ്പോൾ എന്തിൻ്റെ എല്ലാം കൊടുക്കണം. അപ്പോൾ ഓരോന്നിൻ്റെ അങ്ങനെ പറഞ്ഞ് എല്ലാ ഡീറ്റെയിലും പറഞ്ഞ് മനുഷ്യൻ്റെ ചുമലിൽ ഇവർ എന്ത് ചെയ്തു? ഭാരമുള്ള ചുമട് വെച്ച് കൊടുത്തു. എന്നിട്ട് ഈശോ പറയുകയാണ്, നിങ്ങൾ സഹായിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. അതെന്താണ്? അവരെങ്ങനെ സഹായിക്കാൻ പറ്റും?
ഇവിടാണ് നമ്മൾ പുതിയ നിയമം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. പരിസയർക്ക് എങ്ങനെയാണ് ഇവരെ സഹായിക്കാൻ പറ്റുന്നത്? പരിസയർക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റുന്നത്? നിയമങ്ങൾ അനുസരിക്കാൻ ഒരാളെ നമുക്ക് വെളിയിൽ നിന്ന് സഹായിക്കാൻ പറ്റുമോ? കർത്താവ് പറയുന്നത് എന്താ? നിങ്ങൾ മനുഷ്യൻ അനുസരിക്കാൻ പറ്റാത്ത നിയമങ്ങൾ അവൻ്റെ തലയിൽ കെട്ടിവെച്ചു, എന്നിട്ട് നിങ്ങൾ സഹായിക്കുന്നില്ല. അവർക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും? ഇവിടെയാണ് നമ്മൾ ആ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. തൽക്കാലം നിൽക്കട്ടെ, ഞാൻ തിരിച്ചു വരാം. മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. പരിസയരുടെ മറ്റൊരു പ്രത്യേകത, അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാവരും കാണണം. അപ്പോൾ നമ്മൾ ഉപവസിച്ചാൽ എല്ലാവരും അത് അറിയണം. അപ്പോൾ നമ്മൾ പ്രസംഗിക്കുമ്പോൾ പറയും, ഞാൻ 25 ദിവസം ഉപവാസത്തിലായിരുന്നപ്പോൾ കർത്താവിനോട് സംസാരിച്ചു. എന്താണ് ഉദ്ദേശം? അതെല്ലാവരും ഒന്ന് അറിയണം, ഞാൻ ഉപവാസക്കാരനാണെന്ന് എല്ലാവരും അറിയണം. പിന്നെ നമ്മൾ ആരെങ്കിലും സഹായിച്ചാൽ പറയും, ഞാനിങ്ങനെ വളരെ ബുദ്ധിമുട്ടിരുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് ഒരു 50,000 രൂപ കൊടുത്തപ്പോൾ അയാൾ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറയുകയാണ്. ഉദ്ദേശം എന്താണ്? 50,000 കൊടുത്തത് 10 പേർ അറിയണം. അപ്പോൾ അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കിയാലേ നമുക്ക് അതിൻ്റെ റൂട്ടിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിത് വായിപ്പിക്കുന്നത്. വായിച്ചോളുക. അവർ തങ്ങളുടെ നെറ്റിപ്പട്ടകൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു. റബ്ബി എന്ന് സംബോധന ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്. എന്നാൽ നിങ്ങൾക്ക് അതെല്ലാം പറഞ്ഞിട്ട് കപടനാട്ടിക്കാരായ വാക്യം 13, നിയമജ്ഞരെ പരിസയരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു. അതൊക്കെയാണ് ക്ലൂ. ആ വാക്കുകളൊക്കെ ഓർത്തിരിക്കണം. സഹായിക്കാൻ ചെറുവിരൽ പോലും അനക്കുന്നില്ല, അത് ഓർത്തിരിക്കണം. നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളഞ്ഞു. സ്വർഗം അടച്ചു എന്നല്ല, സ്വർഗരാജ്യം അടച്ചു കളഞ്ഞു. നിങ്ങളതിൽ പ്രവേശിക്കുന്നില്ല. കണ്ടോ, പരിസയര് സ്വർഗരാജ്യത്തിനകത്തല്ല, പരിസയര് സ്വർഗരാജ്യത്തിൻ്റെ വെളിയിലാണ്. സ്വർഗത്തിൽ പോകുന്ന കാര്യമല്ല ഇത്. സ്വർഗരാജ്യത്തിൻ്റെ വെളിയിലാണ് പരിസയർ. അല്ലെങ്കിൽ പരിസയ മനസ്സുള്ളവർ ദൈവരാജ്യത്തിൻ്റെ അകത്തല്ല, പുറത്താണ്. അവരതിൽ പ്രവേശിക്കുന്നുമില്ല, പ്രവേശിക്കാൻ വരുന്നവരെ പ്രവേശിപ്പിക്കുന്നുമില്ല. കപടനാട്ടിക്കാരായ നിയമജ്ഞരെ പരിസയരെ നിങ്ങൾക്ക് ദുരിതം, ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു. എന്ന് പറഞ്ഞാൽ വിമാനത്തിൽ കയറി അമേരിക്ക പോവും, കാനഡയിൽ പോവും, ഇംഗ്ലണ്ടിൽ പോവും, പിന്നെ ഓസ്ട്രേലിയയിൽ പോവും. എന്തിനാണ്? ഒരുവനെ തങ്ങളുടെ മതത്തിൽ ചേർക്കാൻ വേണ്ടി. അവർ കടലും കരയും ചുറ്റി നടക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളുടെ ഇരട്ടി നരകസന്തതിയാക്കും. കണ്ടോ, ഒരുത്തനെ എങ്ങനെയും അങ്ങ് ചേർക്കും. ചേർത്തിട്ട് പിന്നെ അവനെ നിങ്ങളെക്കാൾ കൊള്ളരുതാത്തവരാക്കും. സത്യമാണോ ഈ പറയുന്നതൊക്കെ? ഒരു പരിധി വരെ സത്യമാണ്. ശ്രദ്ധിച്ചിരിക്കണം. അങ്ങോട്ട് നിങ്ങൾ വായിച്ചാൽ മതി. ഇങ്ങോട്ട് നോക്കിയേ. ഇത് പറഞ്ഞിട്ട് ഇനി താഴോട്ട് വരുമ്പോൾ ദുരിതം ദുരിതം ദുരിതം, വോ അൺടു യു, വോ അൺടു യു, കേഴ്സ് ബി അപ്പോൺ യു. അതാണ് ഭാഷ. നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾക്ക് ശാപം, നിങ്ങൾക്ക് ദുരിതം. ഈ മനസ്സുള്ളവരെ നിങ്ങൾക്ക് ദുരിതം, അങ്ങനെ പറയുന്നത്. ദുരിതം ഇങ്ങനെ താഴോട്ട് വന്നിട്ട് വെള്ളയടിച്ച കുഴിമാടങ്ങളെ, പ്രവാചകന്മാർക്ക് കല്ലറ പണിയുന്നവരെ. പ്രിയപ്പെട്ടവരെ, എന്താണ് പരിസയ മതത്തിൻ്റെ പ്രത്യേകത? പരിസയ മതത്തിൻ്റെ പ്രത്യേകത യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് കടകവിരുദ്ധമാണ്. പുതിയ ഉടമ്പടിയുടെ നേരെ ഓപ്പോസിറ്റാണ്, ഡയമെറ്റിക് ഓപ്പോസിഷനാണ്. നേരെ ഓപ്പോസിറ്റാണ് പരിസയ മതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങോട്ട് നോക്കിയേ. ഇനിയുള്ളത് കടുകട്ടിയാണ്, ശ്രദ്ധിക്കുക. എന്താണ് പരിസയ മതം? പരിസയ മതം എന്ന് പറഞ്ഞാൽ സ്വന്തം ശക്തി കൊണ്ട് നിയമങ്ങൾ പാലിക്കുക, അതിൽ സന്തോഷിക്കുക, അതിനെക്കുറിച്ച് നാട്ടുകാരോട് പറയുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക, സ്വന്തം ശക്തി കൊണ്ട് ആത്മീയരായി മാറുക. ഇതാണ് പരിസയ മതം. എന്നൂടെ പറയാം, ഇങ്ങോട്ട് നോക്കിയേ, ശ്രദ്ധിക്കണം. സ്വന്തം ശക്തി കൊണ്ട് എന്ന് പറഞ്ഞാൽ പരിസയര് പറയും 5 മണിക്കൂർ പ്രാർത്ഥിക്കണം. അപ്പോൾ പള്ളിക്കകത്ത് കയറി
കടിച്ചു പിടിച്ചിരുന്ന് ഇറങ്ങിപ്പോണമെന്നൊക്കെ തോന്നുന്നുണ്ട്. കടിച്ചു പിടിച്ചിരുന്ന് ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിച്ച് സ്വന്തം ശക്തി കൊണ്ട് വൈകുന്നേരം വരെ ഇരുന്നു. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ഇന്ന് ഞാൻ 5 മണിക്കൂർ ഇരുന്നു. എന്നിട്ട് തീർന്നിട്ടില്ല. എന്നിട്ട് പറയും, ലവൻ അതിനിടയ്ക്ക് 4 തവണ ഫോണും കൊണ്ട് പോകുന്നതും കണ്ടു. തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും എന്ന് പറഞ്ഞേ, തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും. തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കും, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പുതിയ നിയമം എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് അരൂപിയാണിത്. അതായത് എല്ലാ പ്രവൃത്തികളും അവർ ചെയ്യുന്നത് സ്വന്തം ശക്തി കൊണ്ടും സ്വന്തം തീരുമാനം അനുസരിച്ചുമാണ്. അവർ തീരുമാനിച്ചിട്ട് അവർ തീരുമാനിക്കുകയാണ് 10 ദിവസം ഉപവസിച്ച് കളയാം. എന്നിട്ട് അവർ കടിച്ചു പിടിച്ച് എങ്ങനെയെങ്കിലും ഉപവസിക്കുന്നു. അതെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നു. ചെയ്തിട്ട് അതിനെക്കുറിച്ച് സന്തോഷിക്കുന്നു. അത് ചെയ്യാത്തവരെ പുച്ഛിക്കുന്നു. ഫരിസേയ മതത്തിൻ്റെ ഒരു ഭാവമാണിത്. സ്വന്തം ശക്തിയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. സ്വന്തം ശക്തിയിൽ ചെയ്യുന്നത് കൊണ്ട് 4 പേർ അറിയണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. സ്വന്തം ശക്തിയിൽ ചെയ്യുന്നത് കൊണ്ട് അത് ചെയ്യാത്തവരുമായി തങ്ങളെ കമ്പയർ ചെയ്ത് തങ്ങൾ മെച്ചമാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ സ്ഥാപിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ഭിക്ഷ കൊടുക്കുമ്പോൾ അതുകൊണ്ട് അവർ കാഹളം മുഴക്കും. അവർ ഉപവസിക്കുമ്പോൾ മുഖം കഴുകാതെ നടക്കും. അവർ പ്രാർത്ഥിക്കുമ്പോൾ ദീർഘമായി പ്രാർത്ഥിക്കുന്നുവെന്ന് നടിക്കുകയും പ്രാർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞു നടക്കുകയും ചെയ്യും. എല്ലാം എന്തുകൊണ്ടാണ്? എല്ലാം സ്വന്തം ശക്തി കൊണ്ടാണ്. നമ്മൾ ചെയ്തതല്ലേ, അപ്പോൾ 10 പേർ അറിയണ്ടേ? എന്നെ ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ. നമ്മൾ ചെയ്തതല്ലേ, അപ്പോൾ ഒരു 100 പേർ അറിയണ്ടേ? ഇത് നമ്മൾ ചെയ്തില്ലേ? എന്നാൽ എന്താണ് യേശുക്രിസ്തുവിൻ്റെ മതം? യേശുക്രിസ്തുവിൻ്റെ മതം ഒന്നും നമ്മൾ ചെയ്യുന്നതല്ല, നമ്മുടെ ഉള്ളിലിരുന്ന് ദൈവം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഒരു ക്രെഡിറ്റും ചെയ്യുന്നവനില്ല, അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. ഇതാണ് ന്യൂ ടെസ്റ്റമെന്റ്. പിടികിട്ടുന്നുണ്ടോ? അതുകൊണ്ട് ചെയ്തതിൻ്റെ ഒരു കണക്കും എഴുതി വെക്കില്ല. ചെയ്തതിനെ കുറിച്ച് പറഞ്ഞ് നടക്കാറില്ല. ചെയ്തതിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് അഭിമാന ബോധം വരില്ല. ചെയ്യാത്തതിനെ കുറിച്ച് ആകുലത വരൂ. ഒന്നും പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമേ വരൂ. ചെയ്തതിനെ കുറിച്ച് ഒരു കണക്കുമില്ല. യേശുക്രിസ്തുവിൻ്റെ മതം അതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഫരിസേയ മതം എന്ന് പറഞ്ഞാൽ അവർ തങ്ങളിൽ തന്നെ. അതുകൊണ്ട് അവർ പറയുന്നു, ഞങ്ങൾ കണ്ടോ സാബത്ത് ദിവസം ഞങ്ങൾ 2 മീറ്ററിനപ്പുറത്തോട്ട് യാത്ര ചെയ്തിട്ടില്ല, നിങ്ങളോ? അപ്പൊ ഇതാണ് ഒരു കാര്യം. ഫരിസേയരെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് നേരെ എതിരാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നത് നമ്മളല്ല, നമ്മുടെ ഉള്ളിലെ ദൈവമാണ്. അതായത് നമ്മുടെ ഉള്ളിലിരുന്ന് ദൈവം ചെയ്യും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ 1 കൊരിന്തോസ് 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ പൗലോസ് പറയും, ഞാൻ എന്തായിരിക്കുന്നു അത് എൻ്റെ പ്രവൃത്തിയല്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്തതല്ല, എൻ്റെ കേമത്തരല്ല, ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. ഇപ്പൊ നിങ്ങൾ ചോദിക്കാനുണ്ട്, ആനിലച്ച അച്ഛൻ സുവിശേഷ പ്രസംഗകനായതിനു വേണ്ടി അച്ഛൻ എന്ത് ചെയ്തു? ഒരു പിണ്ണാക്കും ചെയ്തിട്ടില്ല. ചുമ്മാ ഇങ്ങനെ നിന്ന വഴിക്ക് ആരോ തള്ളി 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 ഇവിടെ കയറ്റി നിർത്തി. ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ പ്രാർത്ഥിച്ചതോ? ആര് പ്രാർത്ഥിച്ചു? പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ പ്രാർത്ഥിച്ചു പോയി. അന്നേരം ഓടി രക്ഷപ്പെടണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന് ആരോ തള്ളിക്കൊണ്ട് പോയിരുത്തി പ്രാർത്ഥിപ്പിച്ചു. അപ്പൊ ഉപവസിച്ചതോ? ആരോ നിർബന്ധിച്ച് ഉപവസിപ്പിച്ചു. ആരോ അകത്തുനിന്ന് ഇങ്ങനെ തള്ളി വിശപ്പെടുത്ത് മാറ്റി. അപ്പോൾ ഭക്ഷണം വേണ്ട, എന്നാ ഉപവാസം. ക്രിസ്തീയ ജീവിതത്തിലെ ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യുന്നതല്ല, ദൈവം ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ പറയുന്നു 3 മാസം ഞങ്ങൾ ബൈബിൾ വായിച്ചു, ഞങ്ങളുടെ ജോലി തടസ്സം മാറി. തെറ്റ്. 3 മാസം ബൈബിൾ വായിക്കാനുള്ള കൃപ
ഒരു വചനം കേട്ടപ്പോൾ നിങ്ങൾക്ക് കിട്ടി, അപ്പം നിങ്ങൾ ബൈബിൾ വായിച്ചു, നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു. വ്യത്യാസം മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? അതായത് എന്തു ചെയ്താലും അത് നമ്മുടെ പ്രവൃത്തിയല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപയാണ്. ഈ വ്യത്യാസം പിടികിട്ടിയോ? അതുകൊണ്ട് ഒരു മനുഷ്യനും ഒരു കാര്യത്തിലും ഒരു ക്രെഡിറ്റും എടുക്കാനില്ല. ഒരു ക്രെഡിറ്റ് ഒന്നിനെ കുറിച്ച്. അതായത് അത് ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു, ഞാൻ ഒരു 10,000 ജപമാല അങ്ങോട്ട് ചൊല്ലിയപ്പോൾ അതങ്ങോട്ട് നടന്നു. നോ. വായിച്ചേ 1 കൊരിന്തോസ് 15:10. വായിച്ചേ. ഞാൻ എന്തായിരിക്കുന്നോ അത് ദൈവകൃപയാലാണ്, എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികമായി ഞാൻ അധ്വാനിച്ചു. കണ്ടോ, ഞാൻ അധ്വാനിച്ചു. എന്നിട്ട് അടുത്ത് എന്താ പറയുന്നേ? ഞാനല്ല. കണ്ടോ, ഞാൻ അധ്വാനിച്ചു. എന്നിട്ട് പറയുകയാണ്, എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. പിടികിട്ടുന്നുണ്ടോ? ഞാനല്ല അധ്വാനിച്ചത്, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ഈ 1 കൊരിന്തോസ് 1 എടുത്തേ. 1 കൊരിന്തോസ് 1-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ വീണ്ടും വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്തോസ് 1-ാം അധ്യായത്തിൽ 28 മുതൽ വായിക്കുക. 1 കൊരിന്തോസ് 1:28 മുതൽ. നിലവിലുള്ളവയെ നശിപ്പിക്കാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയെ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത്. യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. ഇനി എന്നെ ശ്രദ്ധിച്ച് ഇത് നല്ലതുപോലെ ഗ്രഹിക്കണം. അതായത് എന്താണ് പഴയ നിയമം, എന്താണ് പഴയ നിയമ നീതി, എന്താണ് പഴയ നിയമം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തന്നിൽ തന്നെ സ്വന്തം കഴിവിലുള്ള ആശ്രയം. എന്താണ് പുതിയ നിയമം? കൃപയിലുള്ള ആശ്രയം. ഈ വ്യത്യാസം ഇവിടെ കിട്ടുന്നുണ്ടോ? അതായത് സ്വന്തം ശക്തി. പഴയ നിയമം എന്ന് പറഞ്ഞാൽ ശക്തി, പുതിയ നിയമം എന്ന് പറഞ്ഞാൽ കൃപ. പഴയ നിയമം എന്ന് പറഞ്ഞാൽ ശക്തി, പുതിയ നിയമം എന്ന് പറഞ്ഞാൽ കൃപ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് പറ്റുന്നെങ്കിൽ അത് ആര് സഹായിക്കുന്നത് കൊണ്ടാണ്? കർത്താവ്. എല്ലാം എന്ത്? കൃപയാലാണ്, കൃപയാൽ. ഇനി ശ്രദ്ധിക്കണം, ഈ ഈശോ പറഞ്ഞില്ലേ, ഫരിസേയര് അവരെ സഹായിക്കാൻ വേണ്ടി ഒരു ചെറിയ വിരൽ പോലും അനക്കുന്നില്ല. അത് മനസ്സിലാക്കണം. അതെന്താണെന്ന് മനസ്സിലാക്കണം. എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ, പാടാണ്, ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരാൾ പ്രാർത്ഥിക്കുന്നില്ല, ഇപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കുന്നേ ഇല്ല. നമ്മൾ പ്രാർത്ഥനക്കാരാണ് ആണല്ലോ, അല്ലേ? പണ്ടൊരു വികാരിച്ചൻ പള്ളിയിൽ അനൗൺസ് ചെയ്തതാണ്. പല ടൈപ്പ് കാറാണ്. ഓഡി കാർ, ബെൻസ് കാർ, BMW കാർ, പ്രാർത്ഥനാക്കാരാണ്. അപ്പോൾ പ്രാർത്ഥനക്കാരായ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരുത്തം പ്രാർത്ഥിക്കുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ തീരുമാനം എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ശക്തിയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അന്നേരം ഒരാൾ പോരാ. അപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കുന്നില്ല. ഫരിസേയർ ചെയ്യാൻ പോകുന്നത് എന്താണ്? അവർ പ്രാർത്ഥിക്കാത്തതിനെ ചൊല്ലി അവരെ വിധിക്കുന്നു എന്ന് മാത്രമല്ല, അവരോട് ചെന്നിട്ട് പറയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലല്ലോ, നിങ്ങൾ ഉപവസിക്കുന്നില്ലല്ലോ, നിങ്ങൾ കൈ കഴുകുന്നില്ലല്ലോ, നിന്റെ ശിഷ്യന്മാർ സാപത്ത് ലംഘിച്ചല്ലോ, ചെറുവിരൽ പോലും അനക്കുന്നില്ല. എന്നാൽ മറുവശം ചിന്തിക്കുക, ഇയാൾ പ്രാർത്ഥിക്കാത്തതിൻ്റെ കാരണം എന്താണ്? പറ. ഇയാൾ പ്രാർത്ഥിക്കാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ ഓപ്ഷൻസ് തരാം. ഓപ്ഷൻസ് 5 ഓപ്ഷൻ തരാം. 1, അയാൾക്ക് അറിവില്ലാത്തതുകൊണ്ട്. 1, അയാൾക്ക് അറിവില്ലാത്തത് കൊണ്ട്. 2, അയാൾക്ക്
അഹങ്കാരം കൊണ്ട്. 3, അയാൾക്ക് വിവരമില്ലാത്തതുണ്ട്. 4, അയാൾക്ക് പ്രാർത്ഥനയുടെ വില അറിയാത്തതുണ്ട്. 5, അയാൾക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപയില്ലാത്തതുണ്ട്. ഒരാൾ പ്രാർത്ഥിക്കാത്ത എന്തുകൊണ്ടാണ്? അയാൾക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപയില്ല. അങ്ങനെയാണെങ്കിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? അയാൾക്ക് കൃപ കിട്ടിയത് കൊണ്ടാണ്. ആണല്ലോ. ക്രിസ്തീയ മണ്ഡലത്തിലെ എല്ലാ പ്രവൃത്തികളുടെയും ആധാരം കൃപയാണ്. അപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ അയാൾക്ക് കൃപ കിട്ടി. കൃപ കിട്ടി. ഒരാൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, എൻ്റെ കൂടെ നിൽക്കണം, ഒരാൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് കൃപ കിട്ടിയിട്ടില്ല. ഓക്കെ. ഈ പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടിയത് ഇയാളുടെ എന്തെങ്കിലും മിടുക്കുകൊണ്ടാണോ? അല്ലേ? ഇയാൾക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടിയത് ഇയാൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ? ആണോ അല്ലയോ? അയാൾ ഒന്നും ചെയ്തില്ലേ? കൃപ കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്തില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ അപ്പസ്തോലിക സ്കൂളിൽ കുട്ടികൾ വന്നപ്പോൾ അതിലെ അനേകം കുട്ടികൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഇരുന്ന് പ്രാർത്ഥിക്കും. അവർക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടി. അത് അവർ അധ്വാനിച്ചുണ്ടാക്കി എടുത്താണോ? ആണോ? അല്ല. അതവർക്ക് എവിടുന്നോ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. എവിടുന്നോ കിട്ടി. അതിൻ്റെ ഉറവിടമൊക്കെ ഞാൻ പിന്നെ പറയാം. എവിടുന്നോ കിട്ടി, അവർക്ക് കൃപ കിട്ടി. അപ്പോൾ ഈ കൊച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ പ്രാർത്ഥിക്കാത്ത കുട്ടികളുണ്ട്, അവർക്ക് കൃപ കിട്ടിയിട്ടില്ല. പരിസയര് കൃപ കിട്ടാത്തവരെ പുച്ഛിക്കും, നിന്ദിക്കും. എന്നിട്ട് അവരുടെ പുറകെ നടന്ന് കുറ്റം പറയും. എന്നിട്ട് പറയും, നിങ്ങളിത് അനുസരിക്കൂ, നിങ്ങളിത് ചെയ്യൂ, നിങ്ങൾ മദ്യപിക്കാതിരിക്കൂ, നിങ്ങൾ പള്ളി വരൂ പറയും. ഈശോ പറയാണ്, നിങ്ങൾ ഇങ്ങനെ അവരോട് പറയുന്നതല്ലാതെ അവരെ സഹായിക്കാൻ നിങ്ങൾ ഒരു ചെറിയ വിരൽ പോലും അനക്കിയിട്ടില്ല. എങ്ങനെ ഇവരെ സഹായിക്കാൻ പറ്റുന്നേ? എങ്ങനെ ഇവരെ സഹായിക്കാൻ പറ്റുന്നേ? സൗജന്യദാനമായ കൃപ നമ്മുടെ മേൽ ഒഴുകപ്പെട്ടത് നമ്മുടെ മിടുക്കുകൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല. കർത്താവേ, എനിക്ക് സൗജന്യമായിട്ട് നീ തന്ന കൃപ അവനും കൊടുക്കണമെന്ന് നീ മധ്യസ്ഥം പറയുമ്പോൾ നീ അവനെ സഹായിക്കാൻ ചെറുവിരൽ അനക്കി. മനസ്സിലായ എന്താ പരിസയ മതമെന്ന്? അതായത് പ്രാർത്ഥിക്കാതെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ജീവിതത്തിൻ്റെ പേരാണ് പരിസയത്വം. പണ്ടൊരിക്കൽ എനിക്കിത് മനസ്സിലായ സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരാൾക്കും എന്നെ കുറ്റം പറയാൻ അവകാശമില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരാൾക്കും എന്നെ കുറ്റം പറയാനുള്ള റൈറ്റ് ഇല്ല. എന്നെ കുറ്റം പറഞ്ഞാൽ നിന്നെ ശരിയാക്കി കളയും. നിനക്ക് അതിനുള്ള റൈറ്റ് ഇല്ല. കാരണം നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. കുറ്റം പറയാം, ആർക്കാന്നറിയാമോ? ശാസിക്കാം, തിരുത്താം, വഴക്ക് പറയാം, ആർക്കാന്നറിയാമോ? ഈ ആൾക്ക് വേണ്ടി മുട്ടുകുത്തിയിട്ടുള്ളവന് പറയാനുള്ള റൈറ്റ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ ഫരിസേയരുടെ മതം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ആ ഓപ്പോസിറ്റ് അവർ പറയുന്നതാണ്, ഞങ്ങളെല്ലാം നല്ല, ഞങ്ങളുടെ ശക്തിയിൽ ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നു, നിങ്ങളാരും ചെയ്യുന്നില്ല, മറ്റുള്ളവരെ പുച്ഛിക്കുന്നു, സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നു. അപ്പം ഇതിന് നേരെ വിപരീതമാണ് യേശുക്രിസ്തു കൊണ്ടുവന്ന സുവിശേഷം. അതുകൊണ്ട് കർത്താവ് ഇവരോട് ഭയങ്കര ഉണക്കായിരുന്നു. കർത്താവ് അവരോട് സന്ധിയില്ല സമരം. കർത്താവ് അവരെ വെറുത്തിട്ടില്ല, അവരെ ശിക്ഷിച്ചിട്ടില്ല. മറിച്ച് കർത്താവ് അവരെ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് അവരോട് നിരന്തരം യുദ്ധം ചെയ്ത്, നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ ചെയ്യുന്ന ദുരിതമാണ്, ഇത് തെറ്റാണ്. കാരണം ഇങ്ങനല്ല കൃപ കിട്ടുന്നത്. കൃപ കിട്ടാൻ നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ചതി പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ.
മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട മറ്റൊന്ന്, ഈ നിയമങ്ങൾ അനുസരിക്കുമ്പോൾ നമ്മളിങ്ങനെ നീ അത് ചെയ്യുന്നില്ല, നീ ഇത് ചെയ്യുന്നില്ല, നീ ഇത് ചെയ്ത് തെറ്റിപ്പോയി, അങ്ങോട്ട് ചെയ്ത്, ഇങ്ങനെ കാർക്കശ്യമായ നിയമങ്ങൾ പറഞ്ഞ് പോകുമ്പോൾ അതിനകത്തൊരു സാധനം നഷ്ടപ്പെടും. എന്താ നഷ്ടപ്പെടുന്നേ? നമ്മൾ ഒരാളെ വിളിച്ചിട്ട്, ഇപ്പോൾ ഒരാളെ വിളിച്ചിട്ട് പറയണം, നീ രാവിലെ നിന്ന് ശരിയായില്ല, ഉച്ചയ്ക്ക് അങ്ങോട്ട് തിരിഞ്ഞ് ശരിയായില്ല, നീ കുർബാനയ്ക്ക് നിന്ന് ശരിയായില്ല, നീ ബൈബിൾ സ്റ്റഡിക്ക് വന്ന് അവിടെ ഇരുന്ന് ശരിയായില്ല, നീ അതിനിടയ്ക്ക് തല ചൊറിഞ്ഞ് ശരിയായില്ല, നീ അടുത്തിരുന്ന ആളുടെ കാലാണ് നിൻ്റെ കാലെന്ന് പറഞ്ഞ് ചൊറിഞ്ഞത്, അത് ശരിയായില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് എല്ലാം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഈ കുറ്റപ്പെടുത്തലിനിടയിൽ എന്തോ ഒരു സാധനം മിസ് ചെയ്യും. എന്താ? കരുണ പോവും. അമിതമായ നിയമങ്ങളുടെ അനുശാസനം കരുണയെ കളയും. സുവിശേഷത്തിൻ്റെ കാതലാണ് ദൈവത്തിൻ്റെ കരുണ. അപ്പൊ ദൈവത്തിൻ്റെ കരുണ എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ദുഷിക്കുന്നത്? കരുണ കാണിക്കുന്നുകൊണ്ടാണ്. അതായത് നിയമം അനുസരിച്ച് ചെയ്യേണ്ട ചില കാര്യം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, മാർപ്പാപ്പ ഇങ്ങനെ കാല് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പെസഹാ തിരുനാളിൽ കാല് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ 12 പേരുടെ കാലാണല്ലോ കഴുകേണ്ടത്, അല്ലേ? അങ്ങനെയാണോ? 12 13 യൂദാസിൻ്റെ കഴുകാവോ? യൂദാസിൻ്റെ കാല് കഴുകാവോ? യൂദാസിൻ്റെ കഴുകാവോ? പരിസേരെന്ത് പറയുന്നു? യൂദാസിൻ്റെ കഴുകി. അപ്പോൾ 12 പേരുടെ കാല് കഴുകി ഇങ്ങനെ വരുന്ന സമയത്ത് ഓരോരുത്തരുടെ കാല് കഴുകി ചുംബിച്ച് വരുമ്പോൾ അടുത്ത് നിന്നൊരു കൊച്ച് അതിൻ്റെ കാലിങ്ങനെ നീട്ടിക്കൊടുത്തു, അതിൻ്റെയും കാല് കഴുകി. അപ്പോൾ എത്ര പേരായി? അയ്യോ, പ്രശ്നമായി. കഴിഞ്ഞ 2000 കൊല്ലമായിട്ട് 12 പേരുടെ കാല് കഴുകിയിട്ടുള്ളൂ. അപ്പോൾ ഈ കൊച്ചിൻ്റെ പ്രശ്നമായി. അമിതമായ നിയമങ്ങളുടെ അനുശാസനം കരുണയെ നഷ്ടപ്പെടുത്തും എന്നുള്ളത് കൊണ്ട് കർത്താവ് ഈ 23-ാം അധ്യായത്തിൽ നമ്മൾ നേരത്തെ വായിച്ചെടുത്ത് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ തുളസിയുടെയും ചതകുപ്പയുടെയും ഒക്കെ ദശാംശം കൊടുത്തിട്ട് നിയമത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളായ സ്നേഹം, കരുണ, നീതി, വിശ്വസ്തത ഇതെല്ലാം മറന്നുപോയി. മനസ്സിലാവുന്നുണ്ടോ ഇതൊക്കെ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് നിയമങ്ങൾ അനുസരിക്കേണ്ട എന്നല്ല, ഈ കൃപ ഇതെപ്പോഴും ഓർത്തിരിക്കണം. ഒരാൾക്ക് കുറ്റം വന്നാൽ, വീഴ്ച വന്നാൽ, പോരായ്മ വന്നാൽ മനസ്സിലാക്കിയിരിക്കണം, ആ വ്യക്തിക്ക് എന്തില്ലാത്തത് കൊണ്ടാണ്? കൃപയില്ലാത്തത് കൊണ്ടാണ്. ആ കൃപ എവിടുന്ന് കിട്ടും? അതായത് സഭയിൽ നടക്കുന്ന കൂദാശകളിലൂടെ, ലക്ഷക്കണക്കിന് വിശുദ്ധ കുർബാനകളിലൂടെ ഈ കൃപ ഒഴുകുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഈ വ്യക്തിക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ കൊടുക്കണേ, നീ ഇന്ന് പ്രാർത്ഥിച്ചു, നാളെ പ്രാർത്ഥിച്ചു, മറ്റന്നാൾ പ്രാർത്ഥിച്ചു, നീ നോക്കി നിൽക്കേ, ഒരു ദിവസം നിനക്ക് കാണാം വെളിയിൽ നിന്നവൻ അകത്ത് മുട്ടുകുത്തി സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാലോ? ഇത് നടക്കുമോ? അതുകൊണ്ടാണ് യേശു ഫരിസേയരോട് ഒത്തുതീർപ്പില്ലാത്ത സമരത്തിന് തയ്യാറായത്. ഒത്തുതീർപ്പില്ലാത്ത സമരം. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ പഴയ നിയമത്തിൻ്റെ നീതിയിലേക്ക് തിരിച്ചു പോകാൻ, അല്ലെങ്കിൽ ഈ ഇസ്രായേൽ മതത്തെ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ച ഫരിസേയരോട് സന്ധിയില്ലാത്തൊരു സമരത്തിൽ കർത്താവ് ഏർപ്പെട്ടു. ഇനി മറ്റൊന്ന്, ഫരിസേയരുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവർ വിജാതി സെപ്പറേറ്റായ ആളുകളാണ്. വേർപാട്. ഫരിസേയർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സെപ്പറേറ്റഡ് പീപ്പിൾ എന്നാണ്, വേർപെട്ടവർ. അപ്പം ഇങ്ങനെ ഹിന്ദുക്കളോട് മിണ്ടില്ല, മുസ്ലിങ്ങളോട് മിണ്ടില്ല, നിരീശ്വരവാദികളോട് മിണ്ടില്ല, വേർപെട്ടവരാണ്. അതുകൊണ്ട് ഹിന്ദുക്കളുടെ കല്യാണത്തിന് പോവില്ല, മുസ്ലിങ്ങളുടെ കല്യാണത്തിന് പോവില്ല. എന്താണ്? അവര് വേർപെട്ടവരാണ്. കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് വിജാതീയരെ ചേർത്ത് നിർത്തി. കർത്താവ് വിജാതീയരെ ഒഴിവാക്കിയില്ല, ചേർത്ത് നിർത്തി. അവരുടെ വീടുകളിൽ പോയി. ഉദാഹരണത്തിന് സമറിയാക്കാരിയുടെ കൂടെ പോയിട്ട് അവരുടെ നാട്ടിൽ ചെന്ന് 2 ദിവസം താമസിച്ചു. 2 ദിവസം താമസിച്ചിട്ടാണ് പോയത്, സമറിയാക്കാരുടെ ദേശത്ത് പോയിട്ട്. അപ്പോൾ യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത, യേശുവിൻ്റെ സുവിശേഷം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായിരുന്നു. ഫരിസേയരുടെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതൊരു വേർതിരിവിൻ്റെ സുവിശേഷമാണ്. അതായത് ഞങ്ങൾ മാത്രം കുറച്ച് പേര് ഒരു ദിവസം ഞങ്ങളെ കർത്താവ് വന്ന് കൊണ്ടുപോകും.
അതായത് ഈ ലോകത്തുള്ള സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് കർത്താവ് സഭയെ സ്ഥാപിച്ചത്. അപ്പം നമ്മുടെ ഉദ്ദേശം എന്താണ്? നമ്മൾ പറയുകയാണ് അവനൊക്കെ നരകത്തിൻ്റെ വിറകുള്ളിയാണ് അവിടെ ഇരിക്കുന്നത്. ഇപ്പം ഈ പ്രാർത്ഥിക്കാൻ നടക്കുന്നവൻ നരകത്തിൻ്റെ വിറകാണ്, അവനൊരു മുട്ടൻ വിറകാണ് നരകത്തിലെ, അവനെ വെച്ചാൽ കത്തിക്കുന്നത് അവിടെ. അവൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു കുരിശിൽ മരിച്ചതെന്നും അവൻ പ്രാർത്ഥിക്കാത്തത് അവന് കൃപയില്ലാത്തത് കൊണ്ടാണെന്നും അവന് വേണ്ടി കൃപ സമ്പാദിക്കുക എന്നതാണ് സഭയുടെ ദൗത്യമെന്നും ആ സഭ നമ്മളാണെന്നും തിരിച്ചറിയുന്നതാണ് പുതിയ ഉടമ്പടിയുടെ സുവിശേഷം. ഇപ്പം നമ്മുടെ അകത്ത് പരിസരമുണ്ടോ? പറ, ഉണ്ടോ? ഇഷ്ടം പോലുണ്ട്, പരിസരേ ഉള്ളൂ. അപ്പം നമ്മളോട് യേശുവിൻ്റെ കാഴ്ചപ്പാട് എന്തായിരിക്കും? നിങ്ങൾ പറ. ഈ പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കാത്തതിൻ്റെ കാര്യം ചിലപ്പോൾ ഇതായിരിക്കും. ആണോ? ചിലപ്പോൾ ഇതായിരിക്കും, ചിലപ്പോൾ ഇതാവാനാണ് സാധ്യത. അതായത് കർത്താവ് ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ കരുണയായിരിക്കണേ, അല്ല കർത്താവേ ഞങ്ങൾക്ക് ലോട്ടറി അടിക്കണേ, കർത്താവേ ഞങ്ങളുടെ ഞങ്ങൾ കാനഡയിൽ പോകല്ലേ, സാത്താൻ സേവയൊക്കെയാണ്, കാനഡയിൽ പോകണം. അവിടെ സഭ ഇറങ്ങി, അച്ഛന്മാർ 4 പേര് ഇറങ്ങിക്കഴിഞ്ഞു, വിശ്വാസികൾ ഇഷ്ടം പോലെ ഇറങ്ങി. അവിടെ സാത്താൻ്റെ പവർ വ്യാപിക്കുവോ? ഇല്ല. അന്ന് മുഴുവൻ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ അവിടുത്തെ ബിഷപ്പ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സഭ ഉണർന്നു, മലയാളികളെല്ലാം ഇളകിയിരിക്കുകയാണ്. മലയാളി ഉണ്ടല്ലോ എല്ലായിടത്തും, കംപ്ലീറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇഷ്ടം പോലെ ജപമാലകൾ, പ്രാർത്ഥന, അതിൻ്റെ സന്ദേശങ്ങളെല്ലാം അയച്ച് ഭയങ്കര സംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പാപം വർദ്ധിച്ചെടുത്ത് അതിലേറെ കൃപ വർദ്ധിച്ചു. അപ്പോൾ കാനഡയിൽ സാത്താൻ ആരാധന നടക്കുമെങ്കിൽ അതിൻ്റെ 10,000 ഇരട്ടി ദൈവത്തെ ഇന്ന് ലോകം മുഴുവൻ ആരാധിക്കുകയാണ്. കാരണം തിന്മയിൽ നിന്ന് ദൈവം നന്മ കൊണ്ടിരുന്ന അവിടാണ്. മനസ്സിലായോ? കാനഡയിൽ നടക്കുന്ന എന്തോ ഒരു പരിപാടിക്ക് വേണ്ടി ഇവിടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് പ്രാർത്ഥിക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അതായത് കാനഡയിൽ ഒരു സ്ഥലത്ത് സാത്താൻ സേവക്കാർ കൂടി സാത്താനെ ആരാധിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള സകല വിശ്വാസികളും കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ സാത്താൻ സേവ എന്ത് ചെയ്യും? ഒരു തണുത്ത പടക്കം പോലെ ഇങ്ങനെ അങ്ങ് തീരും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതാണ് സഭ. മനസ്സിലായോ? ഇതാണ് സഭ. 4 അച്ഛന്മാരിറങ്ങി. എന്നിട്ട് അവർ പറഞ്ഞു, അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞങ്ങളുടെ ദൈവമക്കൾ വിശ്വാസികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് ദൈവിക സംരക്ഷണം കിട്ടാൻ ഞങ്ങൾ കാവലായിട്ട് നിൽക്കാന്ന് പറഞ്ഞു. കോരിത്തരിച്ചു അത് വായിച്ചപ്പോൾ. ഞങ്ങളുടെ മക്കള് സാത്താൻ സേവയ്ക്കെതിരെ പ്രാർത്ഥിക്കാൻ പോയിരിക്കുകയാണ്, അവർക്ക് കോട്ട കെട്ടാൻ ഞങ്ങൾ പോയി നിൽക്കാന്ന് പറഞ്ഞു. അവർക്ക് ദൈവിക സംരക്ഷണം കിട്ടാൻ ഞങ്ങൾ തിരുസഭയുടെ പൗരോഹിത്യം ഇറങ്ങിയിരിക്കാന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഇതാണ് സഭ. അതുകൊണ്ട് നമ്മൾ ഒന്നും കണ്ട് മനസ്സുമെടുക്കരുത്. സഭ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ദൈവം സഭയിലൂടെ പ്രവർത്തിക്കും. അപ്പോൾ കാനഡയിൽ കണ്ടോ, വിശ്വാസികൾ അങ്ങ് ഇളകി. സാത്താൻ ഒരു ഓലപ്പാമ്പുമായിട്ട് വന്നപ്പോഴേക്കും വിശ്വാസികളെല്ലാം അങ്ങ് ഇളകി ഭയങ്കര പ്രാർത്ഥന. കാനഡയിൽ ഇന്ന് വരെ അത്രയും പ്രാർത്ഥന നടന്നിട്ടില്ല. കണ്ടോ സാത്താനെ കൊണ്ട് നമുക്കുണ്ടാകുന്ന ഉപകാരം കണ്ടോ? സകല എണ്ണം ഇളകി, സകല എണ്ണവും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതാണ് ദൈവം. ഏത് തിന്മയിൽ നിന്നും ദൈവം നന്മ കൊണ്ടുവരും. മനസ്സിലായോ? അതുകൊണ്ട് അവിടെ കുറച്ച് പേര് കൂടി അവർ സാത്താനെ ആരാധിക്കും. ആ സാത്താൻ ആരാധനയുടെ പവർ മുഴുവൻ നിർവീര്യമാക്കുന്ന ദൈവശക്തി ലോകം മുഴുവനിൽ നിന്ന് കാനഡയിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നറിയാം? ഈ സാത്താൻ ആരാധന മാത്രമല്ല അവിടെ ഇല്ലാതാവാൻ പോകുന്നത്, വിശ്വാസത്തിൻ്റെ കൊടുങ്കാറ്റ് അടിച്ചു കയറും. കാരണം എന്താ? കാനഡയ്ക്ക് വേണ്ടി എത്ര കാലമായിട്ട് ആളുകൾ പ്രാർത്ഥിക്കാന്നറിയാമോ? കാനഡയിൽ സാത്താൻ സേവ നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ പ്രാർത്ഥനകൾ എത്ര കാലമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാർത്ഥന മുഴുവൻ കാനഡയ്ക്ക് കിട്ടുകയാണ്. ജസ്റ്റിൻ ട്രൂഡോയ്ക്കും പിന്നെയുള്ള മന്ത്രിമാർക്കും എല്ലാവർക്കും ഈ പ്രാർത്ഥന കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സകല എണ്ണത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ഇറങ്ങും. അപ്പോൾ കണ്ടോ, അവർ തെറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിലും പാപികളാണെങ്കിലും കൊള്ളക്കാരാണെങ്കിലും അക്രമികളാണെങ്കിലും അവർ തോന്നിയാസം ജീവിക്കുന്നവരാണെങ്കിലും നിങ്ങൾ നോക്കിക്കോ, ഇനി കുറേ നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ദിവസം പത്രത്തിൽ വായിക്കും, കാനഡയിലെ ഒട്ടാവയിൽ സാത്താൻ ആരാധന നടത്തിയ പുരോഹിതൻ മാമോദീസ മുങ്ങി കത്തോലിക്കനായി. നിങ്ങൾ നോക്കിക്കോ, അങ്ങനെ കേൾക്കും. അങ്ങനെ എത്ര എണ്ണം മാറി? നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ മതി, സൈറ്റൻ പ്രീസ്റ്റ് എത്ര പേര് ക്രിസ്ത്യാനികളായിട്ട് മാറി. ഇഷ്ടം പോലെ. കാരണം എന്താ അറിയുമോ? ഈ സാത്താൻ ആരാധന നടക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് സഭയുടെ പ്രാർത്ഥന കാനഡയിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഫരിസേയ മതം അനുസരിച്ച് നമ്മളെന്ത് പറയും? എല്ലാം മുടിഞ്ഞു പോത്തേ ഉള്ളൂ, സാത്താൻ സേവക്കാരെല്ലാം മുടിഞ്ഞു. അങ്ങനെയല്ല, ലോകം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കൈ ജപമാല ഉയർത്തി, പരിശുദ്ധ കുർബാന ഉയർത്തി ഇന്ന് വിശ്വാസികൾ പ്രാർത്ഥന തുടങ്ങിയിരിക്കുകയാണ്. ഇതാണ് സഭ. എന്നിട്ട് പറഞ്ഞു, വഴക്കുണ്ടാക്കാൻ ഞങ്ങളില്ല, കലഹിക്കാൻ ഞങ്ങളില്ല, യുദ്ധത്തിനൊന്നും ഞങ്ങളില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുമെന്ന് പറഞ്ഞു. ഇതാണ് സഭ, ഇതാണ് പുതിയ ഉടമ്പടി. അപ്പോൾ അതുകൊണ്ട് അതിനെതിരെ നിന്ന പരിസയരോട് കർത്താവിന് ഒരു ഒത്തുതീർപ്പില്ല. അപ്പം നമ്മൾ ആരാണ്? പരിസയരാണോ ദൈവരാജ്യത്തിൻ്റെ മക്കളാണോ? ദൈവരാജ്യത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ മക്കളായ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ആളുകൾക്ക് കുറവുകൾ കാണുമ്പോൾ മാനുഷികമായിട്ട് കുറ്റം പറയാനുള്ള പ്രേരണ നമുക്ക് വരും. ചിലപ്പോൾ നമ്മൾ പറഞ്ഞു എന്നും വരും. 10 മിനിറ്റ് കഴിഞ്ഞ് മാറിയിരുന്ന്, കർത്താവേ എന്നോട് ക്ഷമിക്കണേ, അറിയാതെ കുറ്റം പറഞ്ഞു പോയി, അവരുടെ മേൽ കരുണയായിരിക്കണേ, അവർക്ക് കൃപ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കണം. അതാണ് പുതിയ നിയമം. കണ്ണടച്ച് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി, കർത്താവെ അങ്ങനെ ഒരു കരുണയുടെയും സ്നേഹത്തിൻ്റെയും അഭിഷേകം തരണേന്ന് ആഗ്രഹിച്ച് എത്രത്തോളം ഉച്ചത്തി സ്തുതിക്കാമോ അധരം തുറന്നൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിച്ച് കുറെ കൂടി സ്വരം ഉയർത്തി. കാനഡയ്ക്ക് വേണ്ടി, അമേരിക്കയ്ക്ക് വേണ്ടി, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി, ജർമ്മനിക്ക് വേണ്ടി, ഓസ്ട്രിയയ്ക്ക് വേണ്ടി, ഇറ്റലിക്ക് വേണ്ടി, സ്വിറ്റ്സർലൻഡിന് വേണ്ടി, ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി, ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ രാജ്യങ്ങൾക്ക് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി, ചൈനയ്ക്ക് വേണ്ടി, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാന് വേണ്ടി, ബംഗ്ലാദേശിന് വേണ്ടി, ജപ്പാന് വേണ്ടി, യൂറോപ്പിന് വേണ്ടി, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി, അമേരിക്കൻ കോണ്ടിനെന്റിലെ രാജ്യങ്ങൾക്ക് വേണ്ടി, എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ കരുണ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ശക്തിയോടെ ദേശാന്തരങ്ങളിലേക്ക് കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ കർത്താവെ. പ്രാർത്ഥിക്കാൻ പറ്റാത്തവരുടെ മേൽ, വിശുദ്ധി പാലിക്കാൻ പറ്റാത്തവരുടെ മേൽ, വഴിതെറ്റിപ്പോകുന്ന മക്കളുടെ മേൽ, തിന്മയിലായിരിക്കുന്ന മക്കളുടെ മേൽ, ദൈവത്തെ സ്നേഹിക്കാൻ പറ്റാത്ത മക്കളുടെ മേൽ, ലഹരി മരുന്നുകൾക്ക് അടിമകളായ മക്കളുടെ മേൽ, മദ്യപാനത്തിന് അടിമകളായ മക്കളുടെ മേൽ കർത്താവിൻ്റെ സ്നേഹം നിറയണമേ, കർത്താവിൻ്റെ കൃപ നിറയണമേ. ശക്തമായിട്ട് അടിമത്തത്തിൻ്റെ ചെങ്ങലകൾ പൊട്ടിപ്പോവട്ടെ. ബന്ധനങ്ങൾ യേശുവിൻ്റെ ശക്തിയാൽ അഴിയട്ടെ. തിന്മയുടെ സ്വാധീനങ്ങൾ യേശുവിൻ്റെ ശക്തിയാൽ അഴിയട്ടെ. തിന്മയുടെ സ്വാധീന ശക്തികൾ യേശു നാമത്തിൻ്റെ ശക്തിയാൽ മാറിപ്പോവട്ടെ. തിന്മയുടെ സ്വാധീനങ്ങൾ മനസ്സിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു പോവട്ടെ. പൈശാചിക ശക്തികൾ, സ്വാധീനങ്ങൾ നിർവീര്യമാവട്ടെ. കൂദാശകളുടെ ശക്തികൾ ദേശാന്തരങ്ങളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന തിന്മയുടെ കെട്ടുകളെല്ലാം അഴിഞ്ഞു മാറട്ടെ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയേ. മുമ്പേ ബാറക്കുമോ ലൈസോ ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് ആരാധിക്കുന്നു. എല്ലാ യുവതിവാക്കന്മാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആലയത്തിൽ വന്നുകൂടിയിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തി ദേശം മുഴുവനിലേക്കും ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളെല്ലാം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിയോടെ 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 ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഈശോയേ. കരങ്ങളടിച്ച്
ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. കരമുയർത്തി ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ദാനിയേലേപ്പോൽ സഹനത്തിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ദാവീദിനെപ്പോൽ എന്നെ ഞാൻ മറന്നിട്ടും ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. കരമുയർത്തി ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ഉച്ചത്തിൽ വിളിക്കട്ടെ ഈശോയെ. ഈശോയെ. എല്ലാ മക്കളും പ്രാർത്ഥിക്കും. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ ശക്തി ഓരോ ജീവിതത്തിലും നിറയാൻ നന്നായി ആഗ്രഹിക്കുക. കർത്താവേ, അങ്ങനെക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ജീവിതം, എന്നിലൂടെ അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു ജീവിതം, എന്നിലൂടെ പൂർത്തിയാകേണ്ട അങ്ങയുടെ പദ്ധതി കർത്താവേ, ഞാൻ ചെയ്യാൻ വേണ്ടി അവിടുന്ന് മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്ന ദൈവിക പദ്ധതികൾ അവയെല്ലാം പൂർത്തിയാകാൻ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധമായ കരം എൻ്റെ മേൽ വെക്കണമേ. തിരുവോസ്തിയിൽ നിന്ന്, വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി ഒഴുകണമേ. എന്നെ അവിടുന്ന് വീണ്ടെടുക്കണമേ. സാവൂളിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നതുപോലെ എൻ്റെ മേൽ ആത്മാവ് ഇറങ്ങി വരണമേ. ഞാനൊരു പുതിയ വ്യക്തിയായി മാറണമേ. എന്നെ അടിമപ്പെടുത്തുന്ന ബന്ധനങ്ങൾ, സാംസന്റെ മേൽ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവനെ ബന്ധിച്ചിരുന്ന കയറ് പൊട്ടി വീണതുപോലെ ആ ബന്ധനങ്ങൾ തകരണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയേ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയേ. കരങ്ങളടിച്ച് ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു ദൈവപിതാവിനെ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ
ഈശോയെ. ഹൃദയം നൊന്ത് വിളിച്ച ഈശോയെ. തിരുശരീരത്തിൽ നിന്നും തിരുരക്തത്തിൽ നിന്നും ഒഴുകുന്ന ദൈവിക ജീവൻ യുവതീവാക്കന്മാരുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ ഒഴുകിയിറങ്ങണമേ. കാൽവരി കുരിശിൽ നിന്ന് മാനവരാശിയെ വീണ്ടെടുക്കാൻ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം പുത്രന്റെ രക്തമൊഴുക്കിയത് ഈ ജനത്തിന്റെ മേൽ വിടുതലായി മാറട്ടെ. സകല ബന്ധനങ്ങളെ തകർക്കുന്ന ദൈവത്തിന്റെ ശക്തി ഈ കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ ഒഴുകിയിറങ്ങട്ടെ. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ തിരുരക്തത്തിന്റെ ശക്തി കുടുംബങ്ങളിൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. പിശാചിന്റെ സകല തന്ത്രങ്ങളെയും സാത്താൻ ഒരുക്കുന്ന കെണികളെയും തകർത്ത് കളയുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി ഈ മക്കളിൽ ഇപ്പോൾ വന്ന് നിറയട്ടെ. ശരീരം ബലം പ്രാപിക്കട്ടെ. രോഗപീഠകൾ വിട്ടുമാറട്ടെ. ആത്മീയ അഭിഷേകം വെളിപ്പെടട്ടെ. വരദാനങ്ങൾ തുറക്കപ്പെടട്ടെ. ആത്മാവ് ജ്വലിക്കട്ടെ. സുവിശേഷത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ കൃപ നിറയട്ടെ. ദേശദേശാന്തരങ്ങളിൽ കർത്താവിന്റെ സാക്ഷികളായി ഈ മക്കളെ മാറട്ടെ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയെ. കരങ്ങളടിച്ച് ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 ആവർത്തിച്ച് പാടിക്കേ എല്ലാവരും. എല്ലാവരും ഒരുമിച്ച്
കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. വ്യക്തിപരമായി ഓരോരുത്തരെയും കർത്താവിൻ്റെ സ്നേഹം മാടി വിളിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സ്നേഹം വ്യക്തിപരമായി ഓരോരുത്തരിലേക്കും കടന്നു വരുന്നുണ്ട്. ഒരാൾക്കൂട്ടത്തിൽ പൊതുവായ ഒരു അനുഗ്രഹമല്ല, വലിയൊരു ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ പൊതുവായി വർഷിക്കപ്പെടുന്ന ഒരു അഭിഷേകമല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്ക്. പെന്തക്കോസ്താ തിരുനാളിൽ ആത്മാവ് വന്ന് നിറഞ്ഞപ്പോൾ അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ പൊതുവായി വന്നു നിൽക്കുന്നതല്ല അവർ കണ്ടത്, അവർ ഓരോരുത്തരുടെ മേലും വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. ഓരോരുത്തരുടെ മേലും, ഈ ആലയത്തിലായിരിക്കുന്ന ഓരോ മകൻ്റെ മേലും, ഓരോ മകളുടെ മേലും ഈ അഭിഷേകം, ഈ ദൈവ സാന്നിധ്യം, കർത്താവിൻ്റെ വാത്സല്യം അത് വന്ന് നിറയുന്നുണ്ട്. അത് വിശ്വസിച്ചുകൊണ്ട് കണ്ണടച്ച് എല്ലാ മക്കളും ദിവ്യകാരുണ്യത്തിൽ നിന്ന് അപരിമയമായ ദൈവത്തിൻ്റെ ശക്തിയും സ്നേഹവും കരുണയും എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവെ, എന്നിലൂടെ പൂർത്തിയാകാൻ അങ്ങ് ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതി പൂർത്തിയാകുവാനായി ഇതാ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. എല്ലാ മക്കളും ഹൃദയത്തിൽ പ്രകാരം പ്രാർത്ഥിക്കണം, മറ്റൊന്നും ശ്രദ്ധിക്കരുത്, ഇങ്ങനെ മാത്രം പ്രാർത്ഥിക്കണം. കർത്താവെ, എന്നിലൂടെ പൂർത്തിയാവേണ്ട ദൈവിക പദ്ധതി പൂർത്തിയാകുവാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഈ സമർപ്പണം പൂർണ്ണമായിരിക്കണം. കർത്താവിനോട് പറയണം, ആ വഴികൾ എനിക്കറിയില്ല, എങ്ങനെയാണ് അങ്ങനിലൂടെ പ്രവർത്തിക്കാൻ പോകുന്നത് എന്നെനിക്കറിയില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നെനിക്കറിയില്ല, ഞാൻ എവിടേക്കാണ് പോകേണ്ടത്, ഞാൻ എങ്ങനെയുള്ളൊരു ജീവിതമാണ് നയിക്കേണ്ടത് അതെനിക്കറിയില്ല. കർത്താവെ, അങ്ങനെ നയിക്കണം, അങ്ങനെനിക്ക് വഴി തുറന്നു തരണം. ജോബ് 42:2. കർത്താവെ, അങ്ങേക്കെല്ലാം സാധ്യമാണെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയും ആർക്കും തടയാനാവില്ലെന്നും ഞാൻ അറിയുന്നു. അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയും ആർക്കും തടയാനാവില്ലെന്നും ഞാൻ അറിയുന്നു. നമ്മൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കണം. ഈ സമയത്ത് പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് നമ്മളെ ആശീർവദിക്കുന്ന സമയത്ത് രണ്ട് കരങ്ങളും യേശുവിലേക്ക് തുറന്നു പിടിക്കാം. സ്വർഗത്തിൽ നിന്ന് കൃപയൊഴുകാൻ ആഗ്രഹിക്കാം, ആത്മാവിൻ്റെ ശക്തി ഇറങ്ങാൻ ആഗ്രഹിക്കാം. ദൈവമേ, അങ്ങനെ നയിക്കണമേ എന്ന് ആഗ്രഹിക്കുക. നമ്മൾ വലിയ സ്വരത്തിൽ പ്രാർത്ഥിക്കുന്നില്ല. പ്രിയപ്പെട്ട മക്കളെ, കരങ്ങൾ തുറന്നു പിടിച്ച് നിങ്ങൾ ചെറിയ സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുക, സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, ചെറിയ സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. കർത്താവിൻ്റെ ആത്മാവ് എന്നെ നയിക്കാൻ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് ദൈവമേ കടന്നു പോകാൻ കൃപ എനിക്ക് തരണം, കൃപ എനിക്ക് തരണം, അഭിഷേകം എനിക്ക് തരണം, ശക്തി കൊണ്ട് എന്നെ നിറയ്ക്കണം. അത് ആഗ്രഹിച്ച് രണ്ട് കരങ്ങൾ തുറന്നു പിടിച്ച് അത് ആഗ്രഹിച്ച് കർത്താവേ, അങ്ങനെ നയിക്കാൻ ആഗ്രഹിക്കുന്ന വഴിയിൽ സഞ്ചരിക്കാനുള്ള കൃപ എനിക്ക് തരണം, അങ്ങനെ തിരഞ്ഞെടുക്കണം. അങ്ങനെക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴി ദൈവമേ, അതെന്തു തന്നെയാണെങ്കിലും ആ വഴിയിൽ കടന്നു പോകാനും ജീവിക്കാനുമുള്ള ധൈര്യം തരണം, വഴി തുറന്നു തരണം. ഈ ആഗ്രഹത്തോടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ,